നല്ലൊരു ദോശമാവ് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് ഇവിടെ കാണിക്കുന്നത്. 1.5 കപ്പ് അരിയാണ് കുതിർത്തെടുത്തിട്ടുള്ളത്. നല്ലപോലെ കഴുകിയിട്ടാണ് കുതിർക്കാനായിട്ട് വെക്കേണ്ടത്. ഇത് ഇഡ്ഡലി റൈസാണ്. ഒരു 3/4 കപ്പ് ഉഴുന്ന് പരിപ്പ് കൂടി കഴുകിയെടുത്തിട്ടുണ്ട്, അതും കുതിർത്തെടുത്തതാണ്. 1/4 കപ്പ് വെള്ള അവില് അതും കൂടി കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം ഉഴുന്ന് പരിപ്പിനെ അരച്ചെടുക്കാം. ആ വെള്ളത്തിൽ തന്നെയാണ് അരച്ചെടുക്കേണ്ടത്. നല്ല പോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇത് കാലത്തെ നല്ല പോലെ കഴുകിയിട്ട് ഞാൻ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ആകുമ്പോഴത്തേന് നല്ല പോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. നല്ല പോലെ കഴുകിയിട്ട് വേണം കുതിർക്കാനായിട്ട് വെക്കാൻ. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാം. ഇനി അവിലിട്ട് കൊടുക്കാം. വെള്ള അവിൽ തന്നെ എടുക്കണം. റെഡ് അവിൽ എടുത്തു കഴിഞ്ഞാൽ മാവിന് വേറെ ഒരു കളറായി പോവും. ഇനി അരി ഇട്ട് കൊടുക്കാം. അരിയുടെ കൂടെ ഞാൻ കുറച്ച് ഉലുവ കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവ സെപ്പറേറ്റ് വേറൊരു പാത്രത്തിൽ ഒരു 1/4 ടീസ്പൂൺ ഞാൻ കുതിർത്തെടുത്തതായിരുന്നു. അതുകൂടി അരിയുടെ കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർന്ന് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം എല്ലാം കൂടി നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് വെക്കാം. തണുപ്പുള്ള സമയത്തെല്ലാം വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറ്റി വയ്ക്കുമ്പോഴാണ് കുറച്ചും കൂടി നല്ല പോലെ പൊങ്ങി വരുന്നത്. ചൂടുള്ള സമയത്താണെങ്കിൽ വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ പൊങ്ങിയിട്ട് തന്നെ വരും. തണുപ്പുള്ള സമയത്ത് പൊങ്ങി വരാറില്ല. അപ്പം ഞാൻ രാത്രിയിൽ വെള്ളം തിളപ്പിച്ചിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു പാത്രം വയ്ക്കും. അതിൻ്റെ മുകളിൽ ഈ മാവിനെ കയറ്റി വെക്കലാണ്. അപ്പോൾ കാലത്തേക്ക് നല്ല പോലെ പൊങ്ങി വരാറുണ്ട്. ഇതങ്ങനെ ചെയ്തെടുത്തതാണ്. അപ്പോൾ കാലത്തേക്ക് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒത്തിരി അങ്ങോട്ട് ഇളക്കിയിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് പതുക്കെ ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം. സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കാം. ഞാൻ നല്ല തിന്നായിട്ടാണ് പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് നല്ല കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഈ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് പരത്തിയെടുക്കാം. കുറച്ച് ഒലിവ് ഓയിൽ കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നെയ്യോ അല്ലെങ്കിൽ എണ്ണ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ അടിവശം ഒന്നും കുറച്ചൊരു കളർ ചേഞ്ചായി വരുമ്പോഴാണ് ഇതിനൊന്ന് ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നത്. 2 വശം അതേപോലെ മൊരിയിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ എടുക്കാം. എല്ലാവരും ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം.